മുണ്ടക്കൈ ചൂരൽമല ദുരന്തം സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നു. വയനാട് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ലെന്ന് കേന്ദ്രം അറിയിച്ചുവെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. ഉമേഷ് ചേരുന്നു. ഉമേഷ്, കോടതി എപ്പോഴാണ് കേസ് പരിഗണിക്കുക? മറ്റ് വിശദാംശങ്ങൾ. ഷമി, കേസ് ഇപ്പോൾ പരിഗണിച്ച് അടുത്ത ആഴ്ചയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയുമാണ് കോടതി കേസ് പരിഗണിച്ച് വരുന്നത്. ഡിവിഷൻ ബെഞ്ചാണ്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത ഹർജിയാണ് എല്ലാ ആഴ്ചയും ഇത്തരത്തിൽ കോടതി പരിഗണിച്ച് വരുന്നത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ 30-ാം തീയതി കേസ് പരിഗണിച്ചപ്പോൾ ഇതൊരു ദേശീയ ദുരന്തം, വയനാട്ടിലുണ്ടായ ദുരന്തത്തെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്രത്തോട് നിർദ്ദേശിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ഉണ്ടാകാവുന്ന സഹായങ്ങൾ സംബന്ധിച്ചും അമിക്കസ് ക്യൂറി ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതേ തുടർന്ന് കേന്ദ്ര സർക്കാരിനോട് അന്ന് ഹൈക്കോടതി നിലപാട് തേടി. അത് കഴിഞ്ഞ് 2 ആഴ്ചയ്ക്ക് ശേഷമാണിപ്പോൾ കോടതി കേസ് പരിഗണിക്കുന്നത്. ഈ കേസ് ഇന്ന് കോടതി പരിഗണിക്കുന്നതിന് തൊട്ട് മുമ്പ്, അതായത് ഇന്നലെ, ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു മറുപടി കത്ത് പുറത്തു വന്നിരുന്നു. കേരളത്തിൽ, ഡൽഹിയിലുള്ള കേരളത്തിൻ്റെ പ്രതിനിധി കെ വി തോമസിന് അദ്ദേഹം നൽകിയ കത്തിനാണ് മറുപടി ലഭിച്ചത്. ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് കെ വി തോമസിനെ ഒരു കത്തിലൂടെ കേന്ദ്ര സർക്കാർ അറിയിക്കുകയുണ്ടായി. ആ കത്താണ് ഇന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ഹാജരാക്കിയത്. അത് യഥാർത്ഥത്തിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇക്കാര്യത്തിലൊരു നിലപാട് അറിയിക്കാമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞെങ്കിലും അതിൽ സംസ്ഥാന സർക്കാരാണ് ഇപ്പോൾ കാര്യങ്ങൾ ഹൈക്കോടതിയിൽ വിശദീകരിച്ചിരിക്കുന്നത്. അതായത് കേന്ദ്രത്തിൽ നിന്ന് ഇത്തരത്തിലൊരു മറുപടി വന്നിട്ടുണ്ട്. ഈ വയനാട്ടിലുണ്ടായ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് കേന്ദ്രത്തിൻ്റെ നിലപാട് എന്ന് കേന്ദ്ര സർക്കാർ തങ്ങളെ ഔദ്യോഗികമായി തന്നെ അറിയിച്ചു എന്ന് സംസ്ഥാന സർക്കാർ ഇന്ന് ഡിവിഷൻ ബെഞ്ചിൽ വ്യക്തമാക്കുകയാണ് ഉണ്ടായത്. കെ വി തോമസിന് ലഭിച്ച ആ കത്ത് അത് ഹൈക്കോടതിയിൽ ഇന്ന് സർക്കാർ ഹാജരാക്കിയിട്ടുണ്ടായി. ഒപ്പം കൂടുതൽ ഫണ്ട് നൽകില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഹൈക്കോടതി ചോദിക്കുകയുണ്ടായി. അതിന് സർക്കാർ മറുപടി പറഞ്ഞത്, ഈ ദുരന്തം സംഭവിച്ചിട്ട് 4 മാസം പിന്നിട്ട് കഴിഞ്ഞു. എല്ലാ വിദഗ്ധ പരിശോധനയും കേന്ദ്ര സർക്കാർ പൂർത്തിയാക്കിയിട്ടുമുണ്ട്. ഈ കൂടുതൽ ഫണ്ട് കേന്ദ്ര സർക്കാർ നൽകില്ല എന്നുള്ളതാണ് ഈ കത്തിൽ നിന്ന്, ഇപ്പോൾ ഈ പുറത്തു വന്ന ഈ കത്തിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നും സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കുകയുണ്ടായി. ഈ കെ വി തോമസിന് ലഭിച്ച ആ കത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് ഹൈക്കോടതി ആരായുകയുണ്ടായി. ഇത് സംബന്ധിച്ച് കൂടുതൽ പഠിച്ച ശേഷം പറയാം എന്നാണ് കേന്ദ്ര സർക്കാർ ഇന്ന് മറുപടിയായി കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ നിലപാട് അറിയിക്കണം എന്ന് ഇന്നും കോടതി ആവർത്തിക്കുകയുണ്ടായി. അതുമായി മാത്രമല്ല, ഈ കേന്ദ്ര സഹായം നൽകുന്നത് സംബന്ധിച്ച കാര്യങ്ങളും വിശദീകരിക്കണം എന്നും കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എന്നാൽ സംസ്ഥാന സർക്കാർ ആവർത്തിക്കുന്നത്, ഇപ്പോൾ ഈ ഒരു കത്ത് വഴി കേന്ദ്ര സർക്കാർ അവരുടെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്നുള്ളത് തന്നെയാണ് നിലപാട്. മാത്രമല്ല, ആവശ്യപ്പെട്ട സഹായങ്ങളൊന്നും തന്നെ ഇതുവരെയും സംസ്ഥാനത്തിന് തന്നില്ല എന്ന കാര്യവും ഇന്ന് ആവർത്തിക്കുകയുണ്ടായി. കേന്ദ്ര സർക്കാർ ഇന്ന് മറുപടി പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹൈ ലെവൽ കമ്മിറ്റിയുടെ അന്തിമ തീരുമാനം ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. അവർ ഇക്കാര്യം ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാനായി ഈ കേസ് പരിഗണിക്കുന്നത് വീണ്ടും അടുത്ത ആഴ്ചയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഷമി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.